श्री राम जय श्री राम। एक मिनट कर दो नहीं इधर हाँ अच्छा सा कर दो। हो गया हो गया। अच्छा है हो गया। क्या लिखा जय श्री राम। हाँ और नहीं पकड़ के देता। अच्छा अच्छा ऐसा कर दिया। हाँ भैया लगाओ देखो मार दे जाए। ये तो है श्री राम। देखो यार अंदर क्यों चाहिए देखो सही है। अच्छा सही है। तो इधर क्या ऐसा इधर 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 ഉള്ളടിക്ക് പെയിന്റ് അടിക്കും നമ്പർ അടിക്കും എന്റെ പൊന്ന് അടിച്ചൊരു പരിപാടി എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവില്ല. क्या क्या लिखा अभी श्री राम जय श्री राम। हाँ हो गया। നല്ല തണുപ്പുണ്ട് ഇതർ भी എന്റെ പൊന്നു അടിച്ചൊരു പരിവാക്കിട്ടോ അവിടെ ഇവിടെ ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാരും ചെയ്യുന്ന കേട്ടോ. എങ്ങനെയുണ്ട് उधर भी डालेगा नहीं उधर एक 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 नहीं नहीं ये नहीं इसका एक दौड़ा चांद मेरा ऊपर 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 हाँ क्या क्या कर दिया भाई अच्छा है देखो इधर रखो। നമസ്കാരം വീയുടെ യാത്ര അയോധ്യ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ അയോധ്യയിലാണുള്ളത്. ഇന്ന് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോവാണ് ഗൈസ്. ഈ നെറ്റിയിൽ കണ്ടോ ഇതൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ചെയ്ത് ഇത്തിരി കൂടിപ്പോയി. ആ കൊച്ചി ചെറുക്കനെ കൊണ്ട് ചെയ്യിപ്പിച്ചാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ കാണുന്ന രണ്ട് ഗേറ്റ് ഉണ്ടല്ലോ ഇതാണ് കേട്ടോ അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഉണ്ട് കണ്ടോ പിടിലോട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ. ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. ഫുൾ ടൈറ്റ് സെക്യൂരിറ്റി നല്ല ഫുൾ ടൈറ്റ് സെക്യൂരിറ്റി ആണ്. ഫുൾ ഫോഴ്സ് കൂടി നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് കേട്ടോ ഇതിനെ കണ്ട ഗേറ്റ്. അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള രണ്ട് ഗേറ്റുകളാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതാണ് അയോധ്യ അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഇത്. അങ്ങനെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അയോധ്യ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് രാമലല്ലയെ കാണാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. ഈ കാണുന്നത് അമ്പലത്തിലെ പ്രധാന സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും പിന്നെ VIP എൻട്രൻസ് ഒക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിങ്ങനെ ഷെയ്ഡ് പോലെ ചെയ്തു വെച്ചിരിക്കുന്നത് മടുത്ത് വരുന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ആ സൈഡിൽ കൂടി പോകുന്നത് തിരിച്ച് അമ്പലത്തിൽ തൊഴുതിട്ട് തിരിച്ചു പോകുന്നവരാണ് കേട്ടോ പോകുന്നത്. അവിടെ ഇപ്പോഴും പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ മാക്സിമം പെർമിഷൻ ഉള്ളിടം വരെ പോവാണ് കേട്ടോ.
അങ്ങനെ ആദ്യത്തെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അവിടെ മെറ്റൽ ഡിറ്റക്ടർ, ബാഗ് സ്കാനിങ് എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോണൊക്കെ കൊണ്ടുവരാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഗേറ്റ് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. जय श्री राम जय श्री राम जय श्री राम वंदे मातरम जय श्री राम जय श्री राम जय श्री राम तीनों लोग को चारों धाम जय श्री राम जय श्री राम वंदे मातरम जय श्री राम जय श्री राम जय श्री राम वंदे मातरम जय श्री राम जय श्री राम जय श्री राम वंदे मातरम जय श्री राम जय श्री राम जय श्री राम वंदे मातरम जय श्री राम जय श्री राम जय श्री राम घर घर पूजे एक ही नाम जय श्री राम जय श्री राम घर घर पूजे एक ही नाम जय श्री राम जय श्री राम तीनों लोग को चारों धाम जय श्री राम जय श्री राम तीनों लोग को चारों धाम जय श्री राम जय श्री राम तीनों लोग को चारों धाम जय श्री राम जय श्री राम घर घर पूजे एक ही नाम जय श्री राम जय श्री राम पार्वती पते हस्ती बलवाना हनुमाना हस्ती बलवाना राम राम रतिया रे मन बसियो रे राम राम रतिया रे मन बसियो प्रभु मन बसियो रे बोलो राम नाम रतियो रे प्रभु मन बसियो रे बद्री केदार से चली हवा जय श्री राम 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 हरी हरी मेहंदी जय बोलो हनुमान की मथुरा काशी बाकी है मथुरा काशी बाकी है जय श्री राम 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 തിരിച്ചിനി അവിടെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ എത്തും. അവിടെ പോയിട്ട് ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷൂ തിരിച്ചു. ഷൂ ഒക്കെ നമ്മൾ ഇവിടെയാണ് കേട്ടോ വെച്ചാൽ ആ ട്രേ ഒക്കെ കാണുന്നവർക്ക് ഷൂ മാത്രമാണ് അവിടെ വെക്കുക. ഇനി അവിടെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ അതേപോലൊരു സ്ഥലമുണ്ട്. ഇവിടെയാണ് നമ്മൾ മൊബൈല്, വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെക്കണം, അഴിച്ചു വെക്കണം. എയർപോർട്ടിലേക്ക് കയറുന്ന പോലെയാണ് ഗൈസ്. എല്ലാ സാധനങ്ങളും നമ്മളിവിടെ അഴിച്ചു വെക്കണം. പേഴ്സ്, മൊബൈൽ, വാച്ച്, സകല സാധനങ്ങളും അഴിച്ചു വെക്കണം. ഇട്ട തുണി മാത്രമേ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ശബ്ദമുണ്ട് ഇവിടെ കേട്ടോ. ഞാനത് മൈക്കെടുത്ത് അടുപ്പിച്ച് പിടിച്ച സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല സൗണ്ടാണ്. ഫുള്ള് എല്ലാ സ്ഥലങ്ങളിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബാഗ് വെക്കാനും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഉള്ളിലത്തെ തിരക്ക് എന്തോരം ഉണ്ടായിരിക്കുന്നുള്ളത്. വാച്ച് പോലും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒരു കൈ പിടിച്ചേക്കാണ്. ഇനി ഇതൊക്കെ തിരിച്ചു കിട്ടുമായിരിക്കില്ലല്ലേ? തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാനിവിടെ എങ്ങാനും ജയ ശ്രീരാമൻ വിളിച്ച് കൂട് കിട്ടും. സാധനങ്ങളൊക്കെ അവിടെ സ്വിച്ച് ഓഫ് കണ്ണ പടേगा ഫോൺ ഓൺ. ആ ഓക്കെ ഓക്കെ. ഫോൺ ഓൺ ആക്കി വെക്കണം കേട്ടോ. നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. ഇത് ആ വഴിക്ക് ഇറങ്ങി വരുന്നത്. അവിടെയാണ് ലോക്കറുള്ളത്. ഇവിടേക്ക് ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
ഇതാണ് കിട്ടിയ പ്രസാദം. ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഞാൻ പൊട്ടിച്ചു കിട്ടും. 2 പാക്കറ്റ്, ഇങ്ങനത്തെ 2 പാക്കറ്റാണ് കിട്ടുക, കുഞ്ഞു പാക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കൽക്കണ്ടം, പിന്നെ തേങ്ങ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടോ ഇതിൻ്റെ അകത്തുള്ള. അത് കഴിച്ച് ഇനിയിപ്പം ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോണും ഇതൊക്കെ എടുത്ത് ഇനി ഷൂ അപ്പുറത്താണല്ലോ, ഇത് അതിനെടുക്കാൻ പോകും. ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. കശുവണ്ടി ഉണ്ട്, മുന്തിരി ഉണ്ട്, ബദാം ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതുവഴിയാണ് കേട്ടോ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. ഷൂ ഒക്കെ ഈ നീല റാക്കിലാണ്, ഇതില്ലാത്ത എവിടെയാണ് നമ്മുടെ ഷൂ ഒക്കെ ഉള്ളത്. ഇതവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഷൂ കിട്ടും. സി ഷൂ എത്തുക. ആ താങ്ക് യു. അങ്ങനെ രാംലല്ലയെ കണ്ടിട്ട് ഇനി നമ്മൾ പോകുന്നത് നേരെ ഹനുമാൻഗഡിയിലേക്കാണ് കേട്ടോ. ഹനുമാൻ സ്വാമീനെ കാണാനാണ് ഇനി പോകുന്നത്. അവിടെ അടിപൊളിയാണ് കേട്ടോ ആ സ്വാമി ക്ഷേത്രത്തിൻ്റെ, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ വഴിയും അവിടുത്തെ കടകളും ഒക്കെ വെല്ലാണ്. ഇത് കാണിച്ചു തരാം.